Kalyan Silks presents Metro Bride, India's most fashionable bridal silk, Kalyan Silks. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് 100 മീൻ നേട്ടവുമായി കർഷകന്റെ മാതൃക. പിണ്ടിമന വേട്ടാമ്പാറയിൽ പാറക്കല്ലുകൾ നിറഞ്ഞ തരിശുഭൂമി കഠിനാധ്വാനത്തിലൂടെ കൃഷിയോഗ്യമാക്കി നെല്ലിക്കുഴി ഇഞ്ചക്കുടി മൊയ്തീനാണ് പച്ചക്കറി കൃഷി ചെയ്ത് 100 മേനി വിളവ് നേടിയത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പിണ്ടിമന കൃഷിഭവന്റെ നേതൃത്വത്തിൽ വേട്ടാമ്പാറയിലെ 3 ഏക്കറോളം വരുന്ന സ്ഥലം നെല്ലിക്കുഴി സ്വദേശിയായ ഇഞ്ചക്കുടി മൊയ്തീൻ കൃഷിയോഗ്യമാക്കി മാറ്റിയത്. തരിശുകിടന്ന 3 ഏക്കറോളം വരുന്ന സ്ഥലം മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെയാണ് മൊയ്തീൻ കൃഷിയോഗ്യമാക്കി മാറ്റിയത്. തരിശുകിടന്ന സ്ഥലത്ത് പച്ചക്കറിയുടെ വിവിധ ഇനങ്ങളായ കാബേജ്, പച്ചമുളക്, ബീൻസ്, തക്കാളി, തണ്ണിമത്തൻ, മല്ലി എന്നിവ കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്താണ് നെല്ലിക്കുഴി ഇഞ്ചക്കുടി മൊയ്തീൻ എന്ന കർഷകൻ മാതൃകയാവുന്നത്. ആയിരക്കണക്കിന് ക്യാബേജുകളാണ് ഇവിടെ പാകമായി കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലാത്ത ബീൻസും ഇവിടെ വിപുലമായാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വിളവെടുപ്പിന് പാകമായിരിക്കുന്ന ഈ പച്ചക്കറി ഇനങ്ങൾ മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. കൃഷിയുടെ വിളവെടുപ്പ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VP സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിബി പോൾ, ഗ്രാമപഞ്ചായത്ത് അംഗം ലത ഷാജി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ, കൃഷി ഉദ്യോഗസ്ഥരായ KM സൈനുദ്ദീൻ, VK ജിൻസ് എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ പ്രദേശം മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്തത് പച്ചക്കറി കൃഷിയോട് അതീവ താല്പര്യമുള്ളതുകൊണ്ടാണെന്ന് കൃഷിയുടമ മൊയ്തീൻ പറഞ്ഞു. ഈ സ്ഥലത്ത് പാറകളും ആനകൾക്ക് തുല്യമായ വലിയ വലിയ പാറകളും മതിയായ കുന്നിൻ ചെരുവും ആയിരുന്നു. കൃഷിക്ക് യാതൊരു വിധത്തിലും അനുയോജ്യമായ സ്ഥലമായിരുന്നില്ല. ഞാനത് പാറകളെല്ലാം പൊട്ടിച്ച് ലെവൽ ചെയ്ത് ശരിക്കും മണ്ണ് പറമ്പിൽ ഉണ്ടാക്കി എന്ത് കൃഷിക്കും അനുയോജ്യമായ രീതിയിൽ ഞാൻ ഒരു 10 വർഷത്തെ അധ്വാനം കൊണ്ടാണ് ഈ രീതിയിൽ ഈ ഭൂമി ആക്കിയത്. ചെറുപ്പം മുതലേ എനിക്ക് പച്ചക്കറി കൃഷിയോട് വളരെ താല്പര്യമുള്ള ആളാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എനിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി വരെ ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ക്യാരറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ അടുത്തൊരു ബായി ഉണ്ട്. ആ ബായിയോട് പറഞ്ഞപ്പോൾ ബായി പറഞ്ഞു, നമുക്ക് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യാം, അതിന് വിത്ത് കുറേയൊക്കെ ഞാൻ ആസാമിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവൻ പോവാതെ തന്നെ കുറച്ച് വിത്തുകൾ ആസാമിൽ നിന്ന് എത്തിച്ചു. തക്കാളി, ക്യാബേജ്, വെണ്ട, ബീൻസ്, തക്കാളി, ഇതെല്ലാം വിത്തുകൾ ആസാമിൽ തന്നെ കൊണ്ടുവന്നതാണ്. അത് 100% ഇപ്പോൾ വിജയത്തിലായിട്ടുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഇത്ര വിപുലമായ രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്ന മൊയ്തീൻ എന്ന കർഷകനെ കൃഷിവകുപ്പ് ആദരിക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VP സിന്ധു പറഞ്ഞു. ശീതകാല പച്ചക്കറികളായിട്ടും മുളക്, തക്കാളി തുടങ്ങി ഒരുപാട് കൃഷികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. 3.5 ഏക്കറോളം സ്ഥലത്ത് നല്ല രീതിയിൽ പച്ചക്കറി ചെയ്യുന്ന ഒരു കർഷകനെ ഞങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പാറ ആയിട്ട് കിടന്ന സ്ഥലം വെട്ടിത്തെളിച്ചെടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്ത ഈ കർഷകനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഏകദേശം 30 ഹെക്ടറോളം സ്ഥലത്ത് വിവിധ പഞ്ചായത്തുകളിലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായിട്ട്, ഇത്ര നന്നായിട്ട് അധ്വാനിച്ച് ചെയ്ത ഒരു കർഷകൻ വേറെയില്ല. അതുകൊണ്ട് തന്നെ കൃഷിവകുപ്പിന്റെ ഒരു പ്രത്യേക അംഗീകാരം ഇദ്ദേഹത്തിന് നൽകാനായിട്ട് തന്നെ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഏതായാലും പാറക്കല്ലുകൾ നിറഞ്ഞ തരിശുനിലം മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ കൃഷിയോഗ്യമാക്കി പച്ചക്കറി കൃഷിയിറക്കി 100 മേനി വിളവെടുത്ത മൊയ്തീൻ എന്ന കർഷകൻ നാട്ടുകാർക്ക് തന്നെ മാതൃകയാവുകയാണ്. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.